കൃഷ്ണകൃപാസാഗരം. ജ്യേഷ്ഠ, ഇന്നെന്താ ഭക്ഷണപ്പൊതിക്ക് ഇത്രയും കനം? അമ്മ അനുജനു വേണ്ടി പ്രത്യേകം ഉണ്ടാക്കിയതാ. നെയ്യപ്പവും പൊരിയുണ്ടയും. എനിക്കും അനുജനും മാത്രം പോരല്ലോ, കൂടെയുള്ള തോഴന്മാർക്കും വീതിച്ചു കൊടുക്കണ്ടേ. കണ്ണാ, ഇതും കൂടി കൊണ്ടുപോയിക്കോളൂ. ഇനി ചക്രന്റെ വകയുമുണ്ടോ? എന്റെ വകയല്ല, ഇതും അമ്മ തന്നയച്ചതാണ്. ഇവിടുന്ന് കൊണ്ടുപോകുന്നതെല്ലാം കൂട്ടുകാർക്ക് പങ്കിട്ട് കൊടുക്കുന്നതാണല്ലോ പതിവ്. ഇതിൽ നിന്നും രണ്ടെണ്ണമെങ്കിലും കണ്ണനും കഴിക്കണം. അതിനാ ഇത്രയും തന്നയിക്കുന്നത്. അകത്ത് വെണ്ണ ഉരുക്കാനുണ്ട്, ഞാൻ ചെല്ലട്ടെ. പാവം അമ്മ എനിക്ക് വേണ്ടി എത്രമാത്രം കഷ്ടപ്പെടുന്നു. എത്ര പേരുടെ വഴക്കും പരാതിയും കേട്ടിരിക്കുന്നു. അനുജനെ കുറ്റപ്പെടുത്തുന്ന അതേ ഗോപികമാർക്ക് കണ്ണൻ എന്ന് പറഞ്ഞ ജീവനാണല്ലോ. പിന്നെ എങ്ങനെ ഇത് സംഭവിക്കുന്നു? അവരുടെ വീടുകളിൽ നിന്ന് ഞാൻ വെണ്ണ എടുത്ത് കഴിക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെടാറില്ല. ഇഷ്ടപ്പെടാത്തവരെങ്ങനെയാണ് കണ്ണ ഇത്രത്തോളം സ്നേഹിക്കുന്നത്? കണ്ണാ, കണ്ണാ, ഉരുകിയ നെയ് വീണ് അമ്മയുടെ കൈ പൊള്ളി. അയ്യോ, നന്നായി വേദനിക്കുന്നുണ്ടോ അമ്മേ? സാരമില്ല കണ്ണ, നീ അടുത്തുണ്ടെങ്കിൽ അമ്മ ഒരു വേദനയും അറിയില്ല. ഞാൻ പുരട്ടി കൊടുക്കട്ടെ? ഇനിയിപ്പോ പുരട്ടി കഴിഞ്ഞു കണ്ണ. എന്നാലും ഞാൻ പുരട്ടി തന്നാൽ അമ്മയ്ക്ക് പിന്നെയും വേദന കുറയും ഇല്ലേ അമ്മേ? അതെ കണ്ണ. രഘുകുലനായക സീതാ മനോഹര എൻ പ്രിയ രാമ രാമ രാഘവ. കണ്ണാ, എന്റെ പാദങ്ങളിൽ അങ്ങ് നമസ്കരിക്കോ? ഞാനാണ് അങ്ങയെ വണങ്ങേണ്ടിയിരുന്നത്. പക്ഷേ സകലവും മറന്ന് രാഘവസ്തുതി പാടിക്കൊണ്ടിരുന്ന ഞാൻ അത് മറന്നുപോയി. ക്ഷമിക്കണം കണ്ണ. ഭാഗവതോത്തമരെ, അങ്ങയുടെ പാദങ്ങൾ കഴുകി ആ ജലം ശിരസിൽ തളിക്കാൻ കഴിഞ്ഞാൽ എനിക്കും സുഹൃതമായി. സുഹൃതത്തിനും സുഹൃതം വേണോ കണ്ണ? ഭഗവാനെ പറ്റി പാടുന്ന ഭാഗവതോത്തമനായ അങ്ങാണ് ഭഗവാൻ. ഞാൻ വെറും ഭക്തൻ മാത്രം. കണ്ണ, അങ്ങയുടെ പാതാരവിന്ദങ്ങൾ തൊട്ട് എനിക്കും സുഹൃതമാണ്. സ്വാമി, ഇവിടെ അങ്ങാണ് ആരാധിക്കപ്പെടേണ്ടവൻ. ഭാഗവതദാസന്മാരുടെ പാദസ്പർശമേറ്റ സ്ഥലം ഭഗവാന്റെ വാസസ്ഥലമായി മാറും. ഇല്ല കണ്ണ, ഇല്ല. അങ്ങയുടെ പാദമലരുകൾ ഒരു തവണയെങ്കിലും ഒന്ന് തൊട്ടു വണങ്ങാൻ കൃപ കാണിക്കണേ. ഭാഗവതോത്തമരെ, ഈ രൂപം ഭഗവാൻ തൊഴുതു നമസ്കരിക്കുന്ന രൂപമാണ്. അങ്ങ് എന്നെ ഈ രൂപത്തിൽ തൊഴുതു നമസ്കരിക്കുന്നത് നമ്മുടെ പൈതൃകത്തിന് ചേരുന്നതല്ല. പൂർവികരും മുനിവര്യന്മാരും യോഗികളും ജ്ഞാനികളും വെട്ടിത്തെളിച്ച പൈതൃകം അതാരും ലംഘിച്ചുകൂടാ. ഭാഗവതോത്തമരെ, വരൂ വരൂ. ആസനസ്ഥനായാലും
കണ്ണൻ ഇനിയും സാഹസങ്ങൾക്കൊന്നും പോകരുത്. അമ്മയുടെയും അച്ഛന്റെയും വിഷമവും വേവലാതിയും എത്രമേലാണെന്ന് കണ്ണൻ മനസ്സിലാക്കണം. ക്ഷമിക്കണം അമ്മേ. രണ്ടുപേരെയും വിഷമിപ്പിക്കാനായിട്ട് ഞാൻ ചെയ്യുന്നതല്ല ഒന്നും. കണ്ണം പറയുന്നതിലും കാര്യമുണ്ട്. കുട്ടികളുടെ ലീലകൾ ഈ വിധമൊക്കെയാണെന്ന് കരുതി സമാധാനിക്കുക. പിന്നെ കണ്ണന് വികൃതി അല്പം കൂടുതലുമാണല്ലോ. അല്ലെങ്കിലും അങ്ങെപ്പോഴും കണ്ണന്റെ പക്ഷം ചേരുകയല്ലേ ഉള്ളൂ. അമ്മേ, എനിക്കൊരു കഥ കേൾക്കാൻ കൊതിയാവുന്നു. ഈ മടിയിൽ കിടന്നു കേൾക്കാനും എന്തൊരു രസം. എന്നിട്ട് കഥ പാതിയാവുമ്പോഴേക്കും കണ്ണൻ ഉറങ്ങും. അതല്ലേ പതിവ്? ഇല്ല, ഇന്ന് ഞാൻ തീർച്ചയായും ഉറങ്ങില്ല. ശരി, പറയാം. ഏത് കഥയാണ് കണ്ണന് കേൾക്കേണ്ടത്? ഏറെ നാളായി ആഗ്രഹിക്കുന്നു. ധ്രുവന്റെ കഥ കേൾക്കാം. പറയാം, ശ്രദ്ധിച്ചു കേൾക്കണം. തപസ്വികളും ഭക്തന്മാരും ജ്ഞാനികളുമൊക്കെ ലോകത്തുണ്ടാവാറുണ്ടെങ്കിലും ഇത്രയും വലിയ നിലയിലെത്തിയ ആൾ ധ്രുവൻ മാത്രമേ ഉള്ളൂ. ഭഗവത് സ്വരൂപിയായ ധ്രുവന്റെ പുണ്യചരിത്രത്തെ സ്മരിക്കുന്നത് തന്നെ പാപകരമാണ്. സ്വയംഭൂവ മനുവിന് 2 മക്കളായിരുന്നു, പ്രിയവ്രതനും ഉത്താരപാദനും. അതിൽ ഉത്താരപാദ രാജാവിന്റെ പുത്രനായിരുന്നു ധ്രുവൻ. ആ രാജാവിന് 2 പത്നിമാരായിരുന്നു, സുരുചിയും സുനീതിയും. സുരുചിയായിരുന്നു പട്ടമഹിഷി. സുരുചിയിൽ രാജാവിനൊരു പുത്രൻ, ഉത്തമൻ. സുനീതിയിലുണ്ടായ മകനാണ് ധ്രുവൻ. സുരുചിയോടും ഉത്തമനോടുമായിരുന്നു രാജാവിന് കൂടുതൽ പ്രിയം. സുനീതിയോടും ധ്രുവനോടും അതുകൊണ്ട് തന്നെ അദ്ദേഹം അകൽച്ച പ്രകടിപ്പിച്ചിരുന്നു. സ്വന്തം പിതാവിന്റെ സ്നേഹമോ വാത്സല്യമോ തെല്ലെങ്കിലും അനുഭവിക്കാനുള്ള ഭാഗ്യം ധ്രുവനുണ്ടായില്ല. കൊട്ടാരത്തിന് സമീപമുള്ള ആശ്രമ തുല്യമായ ഒരു കുടിലായിരുന്നു ഇരുവരും വസിച്ചിരുന്നത്. ഒരിക്കൽ പ്രഭു, ഏതൊരു ചിന്തയാണ് അങ്ങ് ഇത്രമാത്രം അലട്ടുന്നത്? ആ ഭവതിയോ, നാം അറിഞ്ഞില്ല. അതിലെന്തിത്ര ആശ്ചര്യം? ശരീരം എവിടെയും മനസ്സ് മറ്റൊരിടത്തും. ഭവതി എന്താണ് ഉദ്ദേശിക്കുന്നത്? അന്തരംഗത്തിൽ അവൾ, അരമനയിൽ അലങ്കാരമായിട്ട് ഞാനും. എനിക്ക് മനസ്സിലാവുന്നു. സുരുചി, നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. നമ്മുടെ എല്ലാ സുഖസന്തോഷങ്ങളുടെയും ജീവനാടി നീയാണ്. നിന്നെ അത്രമാത്രം സ്നേഹിക്കുന്നത് കൊണ്ടല്ലേ പ്രജകളുടെ അപഖ്യാതി ചുമന്നും സുനീതിയെ കൊട്ടാരത്തിൽ നിന്ന് പോലും അകറ്റി താമസിപ്പിച്ചിരിക്കുന്നത്. അതെല്ലാം വെറും നാട്യം, എന്നെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമം. 2 പത്നിമാരുള്ള രാജാക്കന്മാർ ഇങ്ങനെ സംസാരിക്കാറുള്ളൂ. വെഡിത്തം പുലമ്പാതിരിക്കൂ. ചിന്തിച്ചു നോക്കൂ യാഥാർത്ഥ്യത്തെ കുറിച്ച്. നിനക്ക് അരമന, സുനീതിക്ക് ആശ്രമം. നിന്റെ മകന് ഗുരുകുലത്തിലേക്ക് പോകുവാൻ രാജകീയമായ തേര്. സുനീതിയുടെ മകനോ, അവൻ നടന്നു പോകുന്നു. ഇതൊക്കെ ഈ നാട്യമെന്നു. പാരമ്പര്യമനുസരിച്ച് പ്രഥമ പത്നിയാണ് പട്ടമഹിഷിയാവേണ്ടത്. എന്നിട്ടവൾ അരമനയിൽ പോലുമുണ്ടോ? ആ പദവിയിൽ നീ വാഴുന്നു, അതും നാട്യമെന്നോ? ഞാൻ പിണങ്ങുമെന്ന ഭീതിയാൽ അങ്ങ് കൈക്കൊണ്ട തീരുമാനം. അല്ലാതെ പാരമ്പര്യം ലംഘിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടതല്ലോ. നമുക്ക് അത്രയധികം പ്രിയമില്ലായിരുന്നുവെങ്കിൽ നീ പിണങ്ങിയാൽ എനിക്കെന്ത്? അപ്പോൾ പാരമ്പര്യം ലംഘിക്കാൻ പോലും ഞാൻ തുനിഞ്ഞത് നിനക്ക് വേണ്ടി മാത്രമെന്ന് ഇനിയെങ്കിലും ധരിക്കുക. അങ്ങയുടെ വാക്കുകൾ ഞാൻ വിശ്വസിക്കുന്നു. ഒപ്പം ഒരു നിബന്ധന കൂടിയുണ്ട്. കേൾക്കട്ടെ. അവളെ പോലെ തന്നെ മകൻ ധ്രുവനും ഒരിക്കലും ഈ അരമനയിൽ പ്രവേശിക്കാൻ പാടില്ല. മഹാരാജാവിനും മഹാറാണിക്കും വന്ദനം. ഇന്നും രാജകുമാരൻ നടന്നാണ് വന്നത്. ഉത്തമ, എന്താ മോനെ നീ ഇങ്ങനെയൊക്കെ?
നീ നടന്നു തളരാതിരിക്കാനല്ലേ തേരയക്കുന്നത്. അതില് കയറി വരാൻ നിനക്ക് എന്താ വിരോധം? അപ്പൊ ജ്യേഷ്ഠൻ ധ്രുവൻ നടന്നു വരുന്നതോ? ധ്രുവൻ ധ്രുവൻ ധ്രുവൻ, നീ മഹാരാജാവിന്റെ ഓമന പുത്രനാ, കേട്ടില്ലേ? അങ്ങ് തന്നെ ഇതിന് ഉത്തരം പറയേണ്ടത്. ഈ വിധം ഇവന്റെ മനസ്സ് ഇപ്പോഴേ ആർദ്രമായ നാളെ പാരമ്പര്യമനുസരിച്ചും പ്രജാഭിലാഷം മാനിച്ചും ധ്രുവൻ കിരീടാവകാശിയാവും. എന്റെ മകന്റെ ഗതി എന്താവും? ഓ, ഓർക്കാൻ കൂടി വയ്യ. ഭാഗവതോത്തമന്മാരുടെ പാദസ്പർശമേറ്റ സ്ഥലം ഭഗവാന്റെ വാസസ്ഥാനമായി മാറും. ഭാഗവതോത്തമന്മാർ മനുഷ്യഭാഗധേയങ്ങളെ നിർണയിക്കുന്നു. ഭാരതീയ തത്വചിന്തയുടെ കാതലായ ഒരു വശമാണ് ഈ പ്രസ്താവം. ഭാരതീയ തത്വചിന്ത മാനുഷിക മൂല്യങ്ങളുടെ കേദാരമാവുന്നതിന് നിദാനം പൂർവപുണ്യങ്ങളുടെ പരിഭാഗമൊത്ത ജന്മങ്ങൾക്ക് മോക്ഷപ്രാപ്തിക്കുള്ള കർമ്മഭൂമി എന്ന അർത്ഥത്തിലാണ്. ഈ ഭൂവാസം ആത്യന്തിക പുണ്യമാകണമെങ്കിൽ ഓരോ മനസ്സും ഭഗവത് ചിന്തയിൽ രൂഢമൂലമാകണം എന്നർത്ഥം. ഭാഗവതം തന്നെ ഭാഗധേയം.